ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ രാജിപ്രഖ്യാപനമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. നാളെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് രാജി. മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് രാജിക്കത്തിൽ പരാമർശം. മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിനീത വിജയിച്ചിരുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ മണിപ്പൂർ കലാപത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ഒരു 2 വർഷത്തോളം അതിങ്ങനെ നീറിപ്പുകയുന്നുണ്ടല്ലോ മണിപ്പൂരിന്റെ മനസ്സിൽ. ഒടുവിലാണ് ഇപ്പോഴത്തെ ഈ രാജി. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണിപ്പൂർ സംഘർഷം ആരംഭിച്ച ഏതാണ്ട് 1.5 വർഷത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചിട്ടുണ്ടായിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം രാജിക്ക് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹം ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. ഇതിൽ ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ കൂടിയുണ്ട്. നാളെ മണിപ്പൂരിൽ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അടക്കം കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കം ഇതിനോടകം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് ഈ രാജിക്ക് പിന്നിലെന്നും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഈ അവിശ്വാസ പ്രമേയ നീക്കവും രാജിക്കിടയാക്കിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്നാണ് ആ രാജിക്കത്തിലടക്കം ബിരേൻ സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ കേന്ദ്രത്തോട് ചില നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് പിന്നാലെ മണിപ്പൂരിൽ ഇനി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും എന്ന ചില സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉന്മേഷ്, വിനീത, അങ്ങനെയെങ്കിൽ ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷയുടെ പ്രതികരണം വരുന്നുണ്ട്, BJP-യുടെ. ഇത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാജി എന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇനിയെങ്കിലും മണിപ്പൂർ സന്ദർശിക്കണമെന്ന്. അങ്ങനെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ടല്ലോ വിനീത. തീർച്ചയായും ഉന്മേഷ്, നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചൊരു ആവശ്യമായിരുന്നു, പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണം, മണിപ്പൂർ ജനതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹം കേൾക്കണമെന്നൊരു ആവശ്യം അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോഴും അതേ ആവശ്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ ബിരേൻ സിംഗിന്റെ രാജിയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് മണിപ്പൂരിലെ സാധാരണക്കാരുടെ, മണിപ്പൂരിലെ ജനങ്ങളുടെ സമ്മർദ്ദമാണ് ഈ രാജിക്ക് പിന്നിലെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസ് നാളത്തെ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതും ഈ രാജിക്ക് കാരണമായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം, മണിപ്പൂരിലെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബിരേൻ സിംഗിനെ മാറ്റണമെന്നൊരു ആവശ്യം മണിപ്പൂരിലെ BJP നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിന്റെ കൂടി പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ബിരേൻ സിംഗ് രാജിവെക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിർണായകമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നത് ഡൽഹിയിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബിരേൻ സിംഗിനെ നേരിട്ട് ഇവിടെ ഡൽഹിയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇവിടെ എത്തി ആ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തിരിച്ച് അദ്ദേഹം മണിപ്പൂരിലേക്ക് പോവുകയും രാജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശാരദാദേവി മണിപ്പൂരിലെ BJP അധ്യക്ഷയാണ്. ശാരദാദേവി പറയുന്നത് സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം രാജിവെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ആ രാജിവെക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ അഖണ്ഡതയും ജനങ്ങളുടെ സംരക്ഷണത്തിനും ഒരു കുറവും ഉണ്ടാകരുത്, അത് അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന ആവശ്യം അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യവും ശാരദാദേവി ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലേറെ വ്യത്യസ്തമായി തോന്നിയത് ഈ രാജി കത്തിൽ പോലും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബിരേൻ സിംഗ്. അങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നുള്ള എൻ ബിരേൻ സിംഗിന്റെ പടിയിറക്കം. വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ആ നാട്ടിലെത്തിയും അവിടുത്തെ കലാപത്തിന്റെ തീവ്രത നേരിട്ട് കണ്ട ആൾ കൂടിയാണ് വിനീത. ഇപ്പോൾ അവിടെ നിന്ന് രാജ്യപ്രഖ്യാപനം വരുന്നു.